ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റിച്ചിങ്ങിനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്കൊരു കസ്റ്റമർ തന്നിട്ടുള്ള 3 ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. അത് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. 2 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വൈറ്റ് ടോപ്പും അതുപോലെ ബോട്ടവും വൈറ്റ് കളർ വരും. ഷോൾ വന്നിട്ട് വേറെ കളറായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് കേട്ടോ. ഇതിൻ്റെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ റെഡിമെയ്ഡ് ഐ തിങ്ക് ഒരു 1500-2000 അകത്ത് റേഞ്ച് വരും. ചുരിദാർ മെറ്റീരിയലായിട്ട് എടുക്കുകയാണെങ്കിൽ ബിലോ 1000 നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡ്രസ്സ് ഈ ഒരു പീക്കോക്ക് ബ്ലൂ ആണ്. ഇതും ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഈ ഒരു മെറ്റീരിയൽ എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ തുണിയും ലൈനിങ്ങിൻ്റെ തുണിയും കിട്ടിയിട്ടുണ്ട്. ചില മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആണല്ലോ എടുക്കുന്നത്. ഇതിൽ നമുക്ക് ലൈനിങ്ങും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മീറ്റർ ഇതിൻ്റെ അകത്തുണ്ട്. എത്ര നോക്കിയില്ല. ഓക്കെ, 2 മീറ്റർ നമുക്ക് പാൻറ്റിന് യൂസ് ചെയ്യും, 2 മീറ്റർ ലൈനിങ്ങിനും യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്ലീവിന് നമുക്ക് ലൈനിങ് കൊടുക്കണമെങ്കിൽ അതിലും തികയും കേട്ടോ. ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ജോർജറ്റാണ് ഇതിൻ്റെ മെയിൻ ഫാബ്രിക് വരുന്നത്. അപ്പം നമുക്ക് ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ജോർജറ്റ് മാത്രം കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 3 ചുരിദാറിൽ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. 3ാമത്തെ ചുരിദാർ ഇതാണ്. ഇതൊരു ആഷ് കളറാണ്. അപ്പോൾ രാവിലെ തന്നെ ഇത് 3ഉം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വന്നിട്ട് ഇത് കുറച്ച് ബ്രൈഡ് ഡ്രസ്സാണ്. ഈ ബ്രൈഡ് ഡ്രസ്സ് എല്ലാം നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ 3-4 എണ്ണം പോയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇതും ഒരു കസ്റ്റമർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓർഡർ തന്നതാണ്. ഇത് ഫുൾ സ്ലീവ് അല്ലാത്ത ടോപ്പില്ലേ, ആ ടോപ്പിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ടുള്ള സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 എണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു നിക്കാബാണ്. ഇത് കിഡ്സിനുള്ള നിക്കാബാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ലെങ്തും വിഡ്ത്തൊക്കെ എടുത്തിട്ട് ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് കുഞ്ഞൊരു നിക്കാബാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം വള്ളിക്ക് വേണ്ടിയിട്ട് പീസ് ഇതുപോലെ നമുക്ക് നോർമലി വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്ത് ഇലാസ്റ്റിക് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ പൊക്കുന്ന ആ ടൈപ്പല്ല, ജസ്റ്റ് മൂക്കിന് താഴേക്ക് മറയ്ക്കുന്ന രീതിയിലുള്ള നിക്കാബാണ്. ഞാൻ പിക്ചർ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് നമ്മൾ കുറച്ച് നേരം ലുലു മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ പോയത് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായിട്ട് R&B എന്ന് പറയുന്നൊരു ഷോപ്പിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് ഐറ്റംസൊക്കെ അവൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയത് സുഡിയോയിലാണ്. സുഡിയോയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെരുപ്പ്, വീണ്ടും കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ഫൺജൂറയിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.